Come on. Sit down. ഇതാ കഴിക്കൂ. കഴിക്കൂ. നിങ്ങൾക്കിപ്പോൾ ഇതാണ് ആവശ്യം. കഴിക്കൂ. ഗുഡ് ലക്ക്. ബൈ. ബൈ ദ ബൈ, നിങ്ങൾ ആ കടൽ തീരത്ത് എങ്ങനെ വന്നു? എന്നോട് പറയാൻ പഠിക്കണ്ട. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. അല്ല, മാലയോ? ഇന്നെന്താ പെണ്ണെ പതിവില്ലാത്തൊരു ആട്ടവും പാട്ടും? ഒന്നുമില്ല. എന്തായാലും മാലയുടെ പാട്ട് നന്നായിരുന്നു. നീ തോട്ടത്തിൽ പോയില്ലേ? ഇന്ന് പണിയില്ലാത്ത ദിവസമാണെന്ന് കൊച്ചുമാലാളിക്ക് അറിയില്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. ആട്ടെ, എന്നാ നിങ്ങളുടെ കാവിലെ ഉത്സവം? വരണ പൗർണമിക്കാ. കൊച്ചുമാലാളി വരൂ. വന്നാ പാട്ടും കളിയൊക്കെ കാണാം. എന്നിട്ട് പോ കൊച്ചുമാലാളി. എന്തായാലും ഞാനെത്തും. എന്നാ വരട്ടെ. എന്താണിപ്പോ നീ ഇത്ര ആലോചന? മാരം വരണേന് മുമ്പ് നീ ഇങ്ങനെയായാ? മാരം വന്നാ പിന്നെ നിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഓടി അവിടുന്ന്. നമസ്കാരം മുതലാളി. താൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാനങ്ങ് താഴെ തോട്ടത്തിലായിരുന്നു. തനിക്കിവിടെ എന്താണ് ജോലി? തന്റെ അനാസ്ഥ ഞാനിവിടുത്തെ തൊഴിലാളികൾക്കാണ്. എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ മുതലാളി മാപ്പ് തരും. ഞാൻ കൊടുക്കാറുള്ളത് മാപ്പല്ല, മരണമാണെന്നറിയില്ലേ? അറിയാമേ. ഏതാടാ പെണ്ണ്? വള്ളിയുടെ മോളാ. അടുത്ത വാരത്തില് അവളുടെ കല്യാണമാണ്. ഞാൻ തിരക്കിയത് അവളുടെ കല്യാണമല്ല. മനസ്സിലായോ? മനസ്സിലായി. താൻ ഓഫീസിലേക്ക് വന്നേക്ക്. ഓ, കൊച്ചമ്മ കാപ്പി അവിടെ വെച്ചേക്കൂ. അദ്ദേഹത്തിന് ചായ കൊടുത്തോ? അദ്ദേഹം ആന്റണി വന്നില്ലേ? ഇല്ല, ഇപ്പോ എന്നും വളരെ ഇരുട്ടിയിട്ടാണ് വരുന്നത്. ഒടുവിൽ അവനോട് വരാതെയാവും അല്ലേ ചാക്കോ? കുഞ്ഞു പിന്നെ എവിടെ പോകാനാണ് കൊച്ചമ്മ? ഈ വീട് അവന് ഭയമാണ്. ഇവിടെയുള്ളവരെ അവൻ വെറുക്കുന്നു. ഒന്നുറക്കെ ചിരിക്കാൻ പോലും കഴിയാത്ത ഈ വീട്ടിൽ അവൻ നിൽക്കുമോ? ഇന്നുവരെ അവന്റെ അച്ഛൻ സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല.
ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞ് അദ്ദേഹത്തിന്റെ മകനല്ലേ. കൊച്ചമ്മ, കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഈ മുറിയിൽ ഒതുങ്ങി കഴിയുന്നു. ഈ വാതിക്കൽ വരെ ഒന്ന് വരാൻ, ആ മുഖമൊന്ന് അടുത്ത് കാണാൻ. നിറമങ്ങ ഒരു ഫോട്ടോ മാത്രമേ ഇന്ന് എന്റെ മുന്നിലുള്ളൂ. ഇനിയെങ്കിലും ഈ നരവേട്ട നടത്തുന്ന എസ്റ്റേറ്റ് ഉടമയുടെ കാൽക്കയിൽ നിന്നും നമുക്ക് ഉണരണം. വാലാട്ടി തലകുണിക്കാനല്ലാതെ മുഷ്ടികൾ ചുരുട്ടി മറുപടി പറയാൻ നമ്മൾ തയ്യാറാവണം. കൊക്കകളിലും കാട്ടാറിലെ കയങ്ങളിലും നമ്മുടെ തൊഴിലാളികളെ ചതച്ചെറിയുന്നു. കണ്ണീരൊഴുക്കാനും വിതുമ്പാനുമല്ലാതെ അതിനെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ സംഘടിച്ചേ മതിയാവൂ. പുതിയൊരു പ്രഭാതത്തിന് വേണ്ടി പടപൊരുതി ജയിച്ച ധീരന്മാരുടെ ഓർമ്മകളോടെ നമുക്ക് ഈ കാട്ടിൽ ആദ്യത്തെ ശബ്ദമുയർത്താം. തൊഴിലാളി ഐക്യം! തൊഴിലാളി ഐക്യം! തൊഴിലാളി ഐക്യം! നീ ധൈര്യശാലിയാണല്ലോടാ. അതെ, ഞാനൊരു തൊഴിലാളിയാണ്. ആണോ? എങ്കിൽ നിനക്ക് എന്നെ അറിയില്ല. മറ്റാരേക്കാളും നിങ്ങളെ ഞാൻ അറിയും. എന്തായിരുന്നു ഇവിടെ? നിങ്ങൾ മറക്കുന്ന കാര്യങ്ങൾ ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു. പറയൂ, കേൾക്കട്ടെ. എല്ലാം കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവില്ല. ഈ കാടിനെ പറ്റി നിങ്ങൾ എന്തറിഞ്ഞു? പകർച്ചവ്യാധി പിടിപെട്ട് മരുന്നും ഭക്ഷണവുമില്ലാതെ പട്ടികളെ പോലെ ആളുകൾ പിടഞ്ഞു മരിക്കുന്നു. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ല. പറയൂ. ഇനിയൊന്നും പറയാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ ഇനിയും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ഈ എസ്റ്റേറ്റിൽ ഇലതുള്ളുവാൻ കൈകൾ ഉയരില്ല. ഫാക്ടറിയിലെ മെഷീനുകൾ ചലിക്കില്ല. ഓ, പണിമുടക്കോ? വേണ്ടി വന്നാൽ. എടാ വർഗീസേ, പണിമുടക്കിന്റെ ശബ്ദം എന്റെ ഈ എസ്റ്റേറ്റിൽ കേട്ട് ശീലമില്ല. ഇവിടെ അതുണ്ടാക്കാൻ വന്ന നിന്റെ നേതാക്കന്മാർ വന്ന വഴിക്ക് മടങ്ങിപ്പോയിട്ടേ ഉള്ളൂ. ഞാൻ കൊടുത്ത നോട്ടുകെട്ടുകളുമായി. ഇവിടെ നടക്കാൻ പോകുന്ന പണിമുടക്കിൽ നേതാക്കന്മാരുണ്ടാവില്ല, തൊഴിലാളികൾ മാത്രമേ കാണൂ. കാരണം ഇവിടുത്തെ പണിമുടക്ക് നേതാക്കന്മാർക്ക് നേടാനല്ല, തൊഴിലാളികൾക്ക് ജീവിക്കാനാണ്. കൊള്ളാം, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ നിന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നും. പക്ഷേ ഒരു കാര്യം നീ മറക്കണ്ട, എനിക്കിഷ്ടമില്ലാത്ത ശബ്ദങ്ങളൊന്നും ഈ എസ്റ്റേറ്റിനകത്തുണ്ടാവരുത്. നിനക്കറിയാമല്ലോ, പഴയ കൊക്കകളും കാട്ടാറിലെ കയങ്ങളും ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എത്ര പേടിയോ? പേടിക്കേണ്ട പ്രായമല്ലേ പെണ്ണെ. കൊച്ചുമുതലാളി എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കണത്? നിന്നെ കാണാൻ, നിന്റെ ചിരിക്കാൻ. പോ കൊച്ചുമുതലാളി, തമാശ പറയാതെ. ഇല്ല മലേ, ഈ കാട്ടിൽ നിന്നിലൂടെ മാത്രമാണ് സ്നേഹത്തിന്റെ മുഖം എന്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ എപ്പോഴും കണ്ടോണ്ടിരിക്കണമെന്നുണ്ട്, പക്ഷേ ഒക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്നും രാത്രിയില് കൊച്ചുമുതലാളി കാണും. രാത്രിയിലും? എവിടെ വെച്ച്? കിനാവില്. അപ്പോ നീ ഉറങ്ങരുത്. അയ്യോ, കങ്കാണി.